പെണ്ണിനെ പെണ്ണ് വിവാഹം ചെയ്യുന്ന ഏറ്റവും നെറുകേടിന്റെ കാലമാണ്. ആണിനെ ആണ് വിവാഹം ചെയ്യുന്ന കാലമാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ, ഇപ്പൊ കോടതിയിൽ അങ്ങനെ ഒരു അപേക്ഷ കിടക്കുന്നുണ്ട് സ്വവർഗ വിവാഹത്തിന് വേണ്ടി. ആ അപേക്ഷ കൊടുത്തിരിക്കുന്നവരിൽ മുസ്ലിം സ്ത്രീകളുമുണ്ട്. പെണ്ണിനെ വിവാഹം ചെയ്യാൻ പെണ്ണ് അപേക്ഷ കൊടുത്തിരിക്കുക. അങ്ങനെ 1-2 വിവാഹങ്ങൾ നടന്നു നമ്മുടെ കേരളത്തിൽ. ഇപ്പോഴും അവര് പുതിയാപ്പിളയും പുതിയണ്ണുമായിട്ട് ജീവിക്കുന്നുണ്ട്, രണ്ടും പെണ്ണെന്നെ. എന്താ കഥ? അനാവശ്യത്തിൽ സ്നേഹിച്ച് നടന്ന, അല്ലാഹു തആലാന്റെ ദോഷത്തിൽ സ്നേഹിച്ച് നടന്ന, പരസ്പരം സ്നേഹിച്ച എല്ലാ കൂട്ടുകാരിലും ഈ വിഷയം ബാധകമാണ്. നിന്റെ അന്ത്യം മോശമാക്കുന്ന ഒരു കൂട്ടുകാരനേറ്റും കൂട്ടുകെട്ടരുത്. ഖല്ലി ഖില്ലി ഖുല്ലത്തൽ ഖിദിലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. മഹാന്മാര് പഠിപ്പിച്ചില്ലേ, നിന്റെ അന്ത്യം തകർക്കുന്ന, അന്ത്യം മോശമാക്കുന്ന ഒരു കൂട്ടുകാരനെയും നീ കൂട്ടുകെട്ടരുത്. നിന്നെ അനാവശ്യത്തിലേക്ക് നയിക്കുന്ന ഒരൊറ്റ ആളെയും നീ ചങ്ങാതിയാക്കരുത്. നല്ല ആളുകളെ മാത്രമേ കൂട്ടുകൂടാവൂ, അവരോട് മാത്രമേ നിനക്ക് സ്നേഹമുണ്ടാകാവൂ. അല്ലാത്തവരുടെ കൂടെ കൂടിയാൽ നീ പിഴച്ചു പോകും, നീ കുടുങ്ങിപ്പോകും, നീ ദുരന്തത്തിലകപ്പെട്ടു പോകും. എത്ര ആളുകളാണ് അങ്ങനെ പിഴച്ചു പോകുന്നവർ? ഇവിടുന്ന് വളരെ പാവായിട്ട്, വളരെ സാധുവായിട്ട് ജീവിച്ചു, വളരെ സാധുവായിട്ട് ജീവിച്ചിട്ട് പിന്നെ അയാൾക്ക് ചെറിയ ഒരു ഉദാഹരണം പറയാട്ടോ, നാട്ടിൽ നടന്ന ഉദാഹരണം, നാടും കൂടും പേരൂരും ചോദിക്കരുത്. ഒരു ചെറിയ വിസ കിട്ടിയപ്പോൾ അയാൾ ഗൾഫിലേക്ക് പോയി. ആദ്യഘട്ടത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, ജോലിയൊക്കെ എടുത്ത് ഇങ്ങനെ കൂടി. അപ്പോഴാണ് ഒരു മാനേജർ അയാളെ കണ്ടത്. അയാളെ കയ്യിൽ 2-3 തൊഴിൽ സംരംഭങ്ങളൊക്കെ ബാക്കിയുണ്ട്. മാനേജർ ഇയാളെ വിളിച്ചു കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ആദ്യ ദിവസം തന്നെ ഈ ചെറുപ്പക്കാരന് മനസ്സിലായി, ഇവിടെ നിന്നാലേ എന്റെ ഈമാന് പോകും. കാരണം ആ കൊണ്ടുപോയ മാനേജറുടെ പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, നിങ്ങൾ ഈ വരുന്ന ആളുകള് അവർ യഥാർത്ഥ അഹ്ലുസുന്നയുടെ വക്താക്കളായ ചെറുപ്പക്കാരാണോ, നല്ല ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പതുക്കെ 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 അതിന്ന് മാറ്റും. ശമ്പളവും കൊടുക്കും, നല്ല ശമ്പളമുള്ള ജോലിയാ. ഫ്രീ ആയിട്ടാണ് റൂമുള്ളത്, വിസയും ടിക്കറ്റൊക്കെ ഫ്രീ ആണ്. മാസം 4000 റിയാൽ 5000 റിയാലൊക്കെ ഉണ്ട്. എത്രയുള്ളത്? അത് ഓരോന്നും കുവൈത്തും സൗദിയും ഓരോന്നും കൂട്ടുമ്പോ മാറ്റല്ലേ, എല്ലാം ഒരുപോലെ അല്ലല്ലോ. അപ്പൊ ഈ ചെറുപ്പക്കാരന് തോന്നി, പടച്ചോനെ ഞാനിവിടെ നിന്നാൽ കുറച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വാപ്പാനെ തള്ളിപ്പറേണ്ടി വരും, ഉമ്മാനെയും തള്ളിപ്പറേണ്ടി വരും. എന്റെ നാട്ടിൽ ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്, ഞാൻ അവരെ കൈകയറ്റേണ്ടി വരും. കാരണം ഞാൻ റൂമിലേക്ക് എത്തിയപ്പോ ഫസ്റ്റ് തന്നെ ഇയാൾ കുറ്റം പറയുന്നത് ബദരീങ്ങളെയാ, നഊദു ബില്ലാഹ്. ഇയാൾ കുറ്റം പറയുന്നത് ഉഹദീങ്ങളെയാണ്. അല്ലാഹു ഖുർആനിലൂടെ പുകഴ്ത്തിയ മഹാന്മാരല്ലേ ബദരീങ്ങളും മുഹദീങ്ങളും ഖന്ദഖീങ്ങളും തബൂക്കീങ്ങളും ഹുനൈനീങ്ങളും. അവരെയാണ് ഇയാൾ കുറ്റം പറയുന്നത്. ഇയാൾ പറയുന്നു, ആ ശിഷ്യഗണങ്ങളില്ലേ സ്വഹാബിമാര്, നമ്മളെ നാട്ടേര് അവരെ വലുതാക്കിയതാണ്. ബദരീങ്ങള് ഉഹദീങ്ങള് പാപ്പാര് എന്നൊക്കെ പറഞ്ഞ നാട്ടേര് വലുതാക്കിയതാണ്. അവര് സാധാരണക്കാരാണ്, കാര്യമായിട്ട് അവർക്ക് പുരോഗതി ഒന്നുമില്ല. നബി തങ്ങളെ കൂടെ അങ്ങനെ നടന്നു എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇഞ്ചക്ഷൻ വന്നപ്പോ കൂട്ടുകാരൻ ചിന്തിച്ചു, പടച്ചോനെ ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് ദുനിയാവ് കിട്ടും, എനിക്കൊരു 2 കൊല്ലം കൊണ്ട് എനിക്ക് വീടിന് സ്ഥലം വാങ്ങാം, അടുത്തൊരു കൊല്ലം കൊണ്ട് എനിക്ക് വീടെടുക്കാം, പിന്നെ നാട്ടിൽ വേണമെങ്കിൽ വേറെ ബിസിനസ് ഒക്കെ തുറക്കാം. പക്ഷെ എന്റെ ദീന് പോകും, എന്റെ വിശ്വാസം പോകും, എന്റെ സംസ്കാരം പോകും. അവൻ പറഞ്ഞു മുതലാളിയോട്, ഞാൻ പഴയ സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. ചെലവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് മിച്ചം വരുന്നത് 500 റിയാലാണെങ്കിൽ അപ്പൊരുത്തമുള്ളത് മതി. നിങ്ങളെ 4000 റിയാലിന് വന്നിട്ട് എന്റെ ഈമാൻ പണയപ്പെടുത്തിക്കൂടാ. ഈ ചെറുപ്പക്കാരൻ അന്നത്തെ ദിവസം രാത്രി അവിടെ കഴിഞ്ഞുകൂടിയപ്പോ പലരെയും പരിചയപ്പെട്ടു നോക്കി. അവരൊക്കെ 2-3 വർഷമായി അവിടെ കഴിയുന്നവരാണ്.
നാട്ടിൽ അവരെ ഉപ്പമാരോ അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളാണ്. ഉമ്മയും അങ്ങനെയാണ്. അവര് തിരിച്ച് നാട്ടിലെത്തിയാൽ ഉമ്മാനോട് ദേഷ്യമാണ്. കാരണം ഉമ്മ ഒരു വെള്ളിയാഴ്ച രാവാകുമ്പോ മാല എടുത്തിട്ട് സ്വലാത്ത് ചൊല്ലുന്നു. അതാ സ്വലാത്തിന്റെ ബൈത്ത് ചൊല്ലുന്നു, അസ്മാഉൽ ബദ്ർ ചൊല്ലുന്നു. ഈ ചെറുപ്പക്കാരൻ പണത്തിന്റെ പളവളപ്പില് ഉമ്മ ഈ പഴഞ്ചനൊന്നും മാറ്റാനായിട്ടില്ലേ, ഈ പെറുക്കി പറയുന്നൊന്നും നിർത്താനായിട്ടില്ലേ. ഉമ്മാക്ക് പേടിയാണ്. ഇവന്റെ ചെലവിലാണല്ലോ കഴിയുന്നത്, ഇവൻ തന്ന വസ്ത്രമാണല്ലോ ധരിക്കുന്നത്, അവന്റെ വീട്ടിലാണല്ലോ കൂടുന്നത്. പ്രായാധിക്യത്തിൽ എന്നെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് ചേർത്താലോ? ഉമ്മ മൗനം പാലിക്കുന്നു. ബാപ്പയോടും ഉമ്മയോടും തർക്കത്തിലാണ്, പണക്കത്തിലാണ്. പലരും ബാപ്പയും ഉമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക് പോകാറില്ല, സ്വന്തമായി വീടെടുത്ത് വേറെ വെച്ചിരിക്കുകയാണ്. ഈ ബിദ്അത്തിന്റെ കറ അങ്ങോട്ട് മനസ്സിലേക്ക് ബാധിച്ചിട്ട് ശരിയായ നിലക്ക് സുന്നത്തിൽ നിന്ന് വെട്ടിമാറ്റിപ്പോയി. പലരെയും അങ്ങനെ ചതിക്കുഴിയിൽ പെടുത്തിപ്പോയി. അതുകൊണ്ട് സഹോദരാ, ദുനിയാവ് നിന്റെ മുന്നിൽ വരും, എന്നിട്ട് നിന്നെ കൊണ്ടുപോകും. പക്ഷേ നീ കുടുങ്ങരുത്. അങ്ങനല്ലേ? നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തബൂക്കിലേക്ക് വരാത്തത് കൊണ്ട്, തബൂക്കിൽ യുദ്ധമൊന്നും നടന്നിട്ടില്ല, അവസാനം തങ്ങൾ പോയ ചെറുത്തുനിൽപ്പിന്റെ സമരത്തിന്റെ സ്ഥലമാണ് തബൂക്ക്. തബൂക്കിൽ പോയി, പക്ഷെ അവിടെ യുദ്ധവും നടന്നിട്ടില്ല. തിരിച്ചു വന്നു, നല്ല റാഹത്തോടെ തിരിച്ചു വന്നു. ഏറ്റവും നല്ല ചൂട് കൂടിയ കാലമാണ് തബൂക്കിലേക്കുള്ള യാത്ര. അന്നതിൽ പങ്കെടുക്കാത്ത ചെറുപ്പക്കാരിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. കഅബ് റളിയല്ലാഹുവിനോട് മുത്തുനബി തങ്ങൾ മദീന പള്ളിയിൽ വെച്ച് സ്വഹാബത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞു, കഅബേ, നിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം വരണം. സ്വഹാബത്തിനോട് പറഞ്ഞു, അതുവരെ ആരും മിണ്ടരുത്. അത് ശരി, മിണ്ടരുത് എന്നുള്ള നിയമം പണ്ടേ ഉണ്ടല്ലേ? സലാം പറഞ്ഞേക്കരുത്, സലാം മടക്കിയേക്കരുത്. നമ്മൾ ചില ആൾക്കാർ വിചാരിച്ചത് ഇപ്പൊ അടുത്ത കാലത്ത് മൂല്യന്മാർ കെട്ടിക്കൂട്ടുണ്ടാക്കിയതാണ്. അല്ല, ഇസ്ലാമിൽ ഒരു കാര്യവും കഅബ് റളിയല്ലാഹു അൻഹു തിരുത്തിയിട്ടില്ല, ഇല്ലാത്തതൊന്നും കൂട്ടിയിട്ടില്ല. ഒരു നിസ്സഹകരണമാണ് ഉണ്ടായത്. ആ നിസ്സഹകരണത്തിന് വന്ന പണിഷ്മെന്റ് ആണ്. കഅബിനോട് ആരും മിണ്ടരുത്, അല്ലാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ സലാം പറയരുത്, സലാം മടക്കരുത്. അങ്ങനെയുള്ള മദീനയിൽ ഒരാൾ താമസിക്കുമ്പോ അങ്ങനെ ഉണ്ടാകും അവസ്ഥ ഒന്ന് ആലോചിച്ചു. നിങ്ങൾ ഈ പ്രദേശത്തെയും മഹല്ലത്തിലും ഒരാളും സലാം പറഞ്ഞിട്ട് മടക്കാന്നാൽ എത്ര ദിവസം നിങ്ങളിവിടെ നിൽക്കും? മനസ്സിനെന്തൊരു വിഷമുണ്ടാകും. ഭക്ഷണം കഴിച്ചിട്ട് കാര്യണ്ട. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങാടിയിൽ വന്നു നോക്കി, അങ്ങാടിയോ നിശബ്ദമാണ്. എനിക്ക് സാധനങ്ങൾ മേടിക്കുന്ന കടയിൽ വരുന്നു, ഞാൻ പറയുന്ന വസ്തുക്കൾ എടുത്തു തരുന്നു, വില കൊടുക്കുന്നു, ബാക്കി തരുന്നു, വേറൊരു വർത്തമാനമില്ല. സലാം പറയുന്നില്ല, പറഞ്ഞ സലാമിന് മടക്കമില്ല. ഒരുമിച്ച് ജമാഅത്തിന് പോകുന്ന എന്റെ എളാപ്പയുടെ മകൻ, ഞാൻ അവനെ കണ്ടപ്പോ എനിക്ക് തോന്നി ഞങ്ങൾ ഒരുമിച്ചാണ് ജമാഅത്തിന് പോകാറുള്ളത്, പള്ളിയിലേക്ക് തൊഴിലെടുക്കാറുള്ളതും ഒരുമിച്ചാണ്, തോട്ടത്തിൽ തൊഴിലെടുക്കുന്നത് ഒരുമിച്ചാണ്. അത്രയും ബന്ധമുള്ള എന്റെ കൂട്ടുകാരൻ സലാം അടക്കുമെന്ന് കരുതി, പക്ഷേ മടക്കിയില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന സമയത്ത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ എടുത്തുകൊണ്ടുപോകാൻ, റാഞ്ചിക്കൊണ്ടുപോകാൻ ദുനിയാവിന്റെ ക്ഷണക്കത്ത് വന്നുപോയി. കൂട്ടുകാരാ, ദുനിയാവിന്റെ ക്ഷണക്കത്ത് കഅബ് ബിൻ മാലിക്കിന് അപ്പുറത്തുള്ളൊരു രാജാവിന്റെ കത്ത് വന്നു. മുത്തുനബി തങ്ങളെ വിശ്വസിക്കാത്ത രാജാവ്. എന്താ കത്തിലെഴുതിയിരിക്കുന്നത്? നിന്റെ നേതാവ് നിന്നെ കൈയിച്ചെങ്കിൽ, നിന്നെ ഒഴിവാക്കിയെങ്കിൽ വെറുതെ ഒറ്റപ്പെട്ടവിടെ കഴിയേണ്ടതില്ല, കൊട്ടാരത്തിലേക്ക് വന്നോളൂ, ഇവിടെ താമസിക്കാം, സുഖ സൗകര്യങ്ങൾ എമ്പാടും തരാം. അള്ളാഹുവിന്റെ റസൂലിനെ ഒഴിവാക്കിയിട്ട് പോകാൻ ഒരു കത്ത്, മദീന വിട്ടുപോകാൻ ഒരു കത്ത്. കഅബ് റളിയല്ലാഹു അൻഹു കത്ത് വായിച്ച ശേഷം കത്തിങ്ങനെ വലിച്ചു കീറിയിട്ട് മഹാനവറുകൾ പറഞ്ഞു, വഹാദാ അയ്ളം മിനൽ ബലാ, ഇത് പരീക്ഷണത്തിന്റെ പുറമെ മറ്റൊരു പരീക്ഷണം കൂടിയാ. അള്ളാന്റെ റസൂലിനെ വിട്ട് മദീന വിട്ട് ഞാൻ മറ്റൊരിടത്തേക്ക് പോവുകയോ എനിക്കതിന് സാധ്യമേ അല്ല. ആ ആദർശബോധമാണ് സുഹൃത്തെ നിന്റെ ദുനിയാവിന്റെ പണക്കാരൻ വന്നിട്ട് ദീനിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കുമെന്ന് നിന്റെ മനസ്സിലുണ്ടാകേണ്ടത്.
ദുനിയാവിന്റെ പച്ചപ്പ് കണ്ട് നിന്റെ മഞ്ഞ കണ്ട് നിന്റെ ക്ഷണിക്കുമ്പോ നിന്റെ മനസ്സിലുണ്ടാകേണ്ടത് കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചിത്രമാണ്. ഒറ്റപ്പെട്ട മദീനയിൽ, ഒരാളും മിണ്ടാത്ത, സലാം പറയാത്ത, മടക്കാത്ത മദീനയിൽ കഅബ് റളിയല്ലാഹു അൻഹു പിരിഞ്ഞുപോയില്ല. അതേ നൃത്തം നിന്നു 50 ദിവസം തൗബയിലായിട്ട് 51ാമത്തെ ദിവസം തൗബ സ്വീകരിച്ച ആയത്ത് തൗബ സൂറത്തിൽ അല്ലാഹു ഇറക്കി. നല്ല സന്തോഷം കിട്ടി. നമ്മൾ മനസ്സിലാക്കണം, ഞാനൊരു സൂചനക്ക് പറഞ്ഞതാണ്, ദുനിയാവിൽ പല നശീകരണങ്ങളിലും പെട്ടിട്ട് ആഖിറത്തിലെത്തിയിട്ട് കൈകടിക്കരുത്. അവിടെ വിലപിച്ചിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് ആരും ഒന്നും നമുക്ക് തരാനില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വിലാപങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു വർത്തമാനം പറയാനുണ്ട്. അതെന്താണെന്നറിയോ? നേരത്തെ ഓതി വെച്ച ആയത്തിന്റെ അവസാനം കാണാം. ഈ വിലാപങ്ങളൊക്കെ നടക്കുമ്പോ കൂട്ടുകാർ ചതിച്ചതാണ്, അവര് ചതിച്ചതാണ്, മറ്റേ നിലക്ക് പെട്ടുപോയതാണ്, പടച്ചോനെ കുടുങ്ങല്ലോ എന്നൊക്കെ പറയുമ്പോ വഖാലർ റസൂലു, അവിടുന്ന് ആഖിറത്തിൽ വെച്ച് മുത്തുനബി പറയും, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ വിലപിക്കുന്ന സമൂഹം, ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നവർ, കുടുങ്ങിപ്പോയി എന്ന് പറയുന്നവർ, ദുനിയാവിൽ വെച്ച് പലരുടെയും ചതിയിൽ പെട്ടുപോയി എന്ന് പറയുന്നവർ, അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അല്ലാ, അവർ ഈ ഖുർആന് കൈയൊഴിച്ചു പോയി. ഖുർആന് കൈയൊഴിച്ചു. വേണ്ടതുപോലെ ഖുർആനെ പരിഗണിച്ചില്ല. വേണ്ടതുപോലെ ഖുർആനെ പരിഗണിച്ചില്ല. കണ്ടില്ലേ നിങ്ങൾ?